ഹലോ ഗൈസ്, സുഖമാണോ? ഇന്ന് രാവിലെ കുറച്ച് പണിയുണ്ടായിരുന്നു ചെയ്ത് തീർക്കാൻ. സോ അതുകൊണ്ട് നമുക്കിന്ന് എന്ത് ക്ലാസ് എടുക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതായി. പിന്നെ പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയയിൽ ഈ ഒരു സംഭവം അങ്ങ് ചെയ്ത് കൊടുത്തു. ഇവർ തീരെ കുഞ്ഞു മക്കളായതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി മതിയായിരുന്നു എന്ന് ഓർത്തു. സത്യം പറഞ്ഞു ഇത് ഞാൻ എൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് പോയി. അവിടെ കളർ അടിക്കാൻ വേണ്ടിയിട്ട് പേപ്പറും കളേഴ്സും കൊടുത്തപ്പോൾ അതിനും അടി. ഞാനൊരു നോട്ടി ടീച്ചറാണെന്നും പറഞ്ഞു ഒരുത്തൻ എനിക്ക് എക്സ് ഇട്ട് തന്നു. നോക്കിക്ക് എന്തേരം എക്സാന്ന്. ഞാനിവരോട് എന്ത് ചെയ്തിട്ടാണോ വേറൊരുത്തൻ ഒരു പടം വരച്ചിട്ട് പറയാം ഇത് ഞാനാണെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴോട്ടേക്ക് പോയി. അടുത്തത് നമുക്ക് കുക്കിംഗ് ആയിരുന്നു. ഒരു കേക്ക് അങ്ങ് ഉണ്ടാക്കി കൊടുത്തു. ഇന്ന് ഞാനായിരുന്നു കുക്കിംഗ്. ഇവിടെ ഞാൻ പതുങ്ങിയിരിക്കുന്നതല്ല, അരി ഇളക്കുവാണ് ഗൈസ്. അങ്ങനെ അരി എടുത്തു, കഴുകി. ഇതാണ് നമ്മുടെ അരി. കുറച്ച് സമയം ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ അവിടെ തൂത്തു, പിന്നെ തുടച്ചു. ഇവിടെ ഞങ്ങൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് മേടിച്ച ജെല്ല് വെച്ചിട്ടാണ് ഞാൻ ഈ തറ മൊത്തം തുടയ്ക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നല്ല സ്മെല്ലൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ വെള്ളം ചൂടായി തുടങ്ങി നമ്മൾ അരി ഇട്ടു. ചോറ് മാത്രം പോരല്ലോ, കറി എന്തേലും വേണ്ടേ. നമുക്ക് ഒരു ദിവസം ഒരു 10-14 മണിക്കൂർ വർക്കുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വന്നിട്ട് കുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ തലേ ദിവസം രാത്രി തന്നെ കറിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ചോറൊക്കെ സെറ്റായി. ഇനിയാണ് വലിയൊരു ടാസ്ക്, ഈ ചോറ് വാർത്തെടുക്കുക. എനിക്ക് സത്യം പറഞ്ഞ ചോറ് വറുക്കാൻ തീരെ അറിയത്തില്ല. പിന്നെ പഠിച്ചത് ഇവിടെ വന്നിട്ടാണ്. ഇന്നെന്താണെന്നറിയത്തില്ല, വീഡിയോ എടുക്കുന്നത് കൊണ്ടായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് ചോറ് നൈസായിട്ട് താഴോട്ട് പോയി. ഞാൻ കലം വെച്ച സൈഡെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലിപ്പായിരിക്കുന്ന സ്ഥലത്തായിരുന്നു. ഞങ്ങൾ ആകെപ്പാടെ ഇവിടെ 4 പേരേ ഉള്ളൂ. എപ്പോഴേലും വിശന്നാലോ എന്നോർത്ത് കുറച്ച് ഏറെ ഞാൻ ചോറിട്ടതാണെങ്കിൽ ഇപ്പം എന്നെ ആയാലും കറക്റ്റായിട്ടുണ്ട്. പിന്നെ ചോറെല്ലാം വാർത്തു സെറ്റാക്കി വെച്ചു. ഇനി പോയി ഫുഡ് കഴിക്കണം. ഇനി അടുത്ത ഷിഫ്റ്റിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ പോവാണ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ ബൈ.